നിങ്ങൾക്ക് പരിശോധിക്കാം, ഇവിടെ തന്നെയുണ്ടോ എന്ന് പരിശോധിക്കാം. വിമർശനവുമായി വന്നവരോടാണ് ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെ എതിർക്കുന്നു എന്ന് മാത്രമല്ല, അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സർവാംശങ്ങളെയും എതിർക്കുന്നു. മാത്രമല്ല, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നവർ പറയുന്ന ആദർശപരമായ കാര്യത്തിൽ അവർക്കെതിരെ കഴിഞ്ഞ മാസം പേരാമ്പ്രയിൽ വെച്ച് ആദർശ സംവാദത്തിന്റെ നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ വരാൻ പോകുന്നത്. അതിന്റെ സംവാദത്തിന്റെ വ്യവസ്ഥ നടന്നപ്പോ, സംവാദം നടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല ചില വ്യക്തിപരമായ കാരണത്താൽ. അതിന്റെ വ്യവസ്ഥയിലെ മധ്യസ്ഥനായിരുന്നു ഞാൻ. പേരാമ്പ്രയിലെ സംവാദ വ്യവസ്ഥയുടെ മധ്യസ്ഥനായിരുന്നു ഞാൻ. അതുപോലെ അതിന്റെ തൊട്ടു മുമ്പ് മംഗലാപുരത്തിനെതിരെ വാദപ്രതിവാദങ്ങൾ നടത്തിയതും ഈ സമസ്തയുടെ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഞങ്ങൾ സമരം നടത്താറുണ്ട്. പക്ഷേ എനിക്ക് പറയാറുള്ളത്, മറുപക്ഷത്തെ വിഭാഗം മുജാഹിദ് നേതാക്കൾക്കെതിരെയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെയും ക്ലിപ്പുകളിട്ട് അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിയിട്ട് വ്യക്തിയാക്ഷേപം വരെ നടത്തിയപ്പോ അതൊരു അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം എന്നല്ല, മറ്റു പ്രസ്ഥാനങ്ങളെ മുഴുവനും സമസ്തയെപ്പോലും വ്യക്തിയാക്ഷേപത്തിന്റെ ഘട്ടത്തിലേക്ക് പോലും ഇവർ കൊണ്ടുവന്നപ്പോ ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകർ അത് തെറ്റാവില്ല എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാരണമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം? അന്നവർ പഠിപ്പിച്ചു തന്ന കാരണം, ദീനിന്റെ സംരക്ഷണത്തിന് ദീനിന്റെ ശത്രുവിന്റെ മുഖം, യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുക എന്നത്, ദീനീ ശത്രുവിന്റെ മുഖം തുറന്നു കാണിക്കുക എന്നത് ഒരു പ്രബോധകന്റെ ബാധ്യതയാണ്. ആ ബാധ്യത മാത്രമേ നമ്മൾ നിർവഹിക്കുന്നുള്ളൂ. ഇത് ഗീബത്തല്ല, ഇത് മറ്റുള്ളവരെ കുറ്റം പറയലോ തെറി പറയലോ അല്ല എന്ന് പഠിപ്പിച്ച എന്റെ പഴയ കാലത്തെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, അതേ ആശയത്തെ, അതേ സ്രോതസ്സുകളെ ഞാൻ ആസ്വദിച്ചുകൊണ്ട് ചോദിക്കുന്നു, ആ മാനദണ്ഡം എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ സമുദായ വിദ്രോഹ പ്രവർത്തനങ്ങളുടെ മുഖങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുമ്പോ നിങ്ങൾ എന്തിന് അപ്പോൾ മാത്രം ക്ഷുഭിതരാവണം? ഈ ക്ഷോഭത്തിന് അർത്ഥമുണ്ടോ? പറയണം. പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, സമസ്തക്കെതിരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കെതിരെ ആദർശം പറയുന്നതിന് പകരം വ്യക്തിയാക്ഷേപം പോലും നടത്തിയിട്ട് കേരളത്തിൽ നിങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങളെ യൂട്യൂബ് ഒന്നോൺ ചെയ്താൽ നിഷ്പക്ഷർക്ക് പോലും കേൾക്കാൻ കഴിയും. ഡോക്ടർ ജാക്കിർ നായിക്, അദ്ദേഹത്തോട് ഞാൻ വിയോജിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആശയ പ്രധാനമായ എല്ലാ പ്രഭാഷണങ്ങൾക്കും മറുപടി പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഡോക്ടർ ജാക്കിർ നായിക്കിന്റെ പ്രബോധന ശൈലിയും അയാൾ നടത്തുന്ന പ്രബോധനത്തെയുമല്ല ഞാൻ എതിർക്കുന്നത്. അയാൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന സലഫിവൽക്കരണത്തെ, മുജാഹിദ് വൽക്കരണത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉറച്ചൊരു സലഫി പ്രബോധകനാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഡോക്ടർ ജാക്കിർ നായിക് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാന്യനായ, ഞാൻ ബഹുമാനം നൽകുന്നു, പ്രതിപക്ഷ ബഹുമാനാണ് നൽകുന്നത്, ബഹുമാന്യനായ പേരുടെ ബ്രഹ്മ മുസ്ലിയാർ ഇപ്പോൾ മീഡിയകളിൽ നിറഞ്ഞു നിന്ന ചില അപരാധങ്ങളുടെയും അപവാദങ്ങളുടെയും സാമൂഹിക പ്രതലത്തിൽ പറയാൻ പറ്റാത്ത ചില വാചകങ്ങളും പറഞ്ഞ് സമൂഹത്തെ ദുഷിപ്പിച്ച പണ്ഡിത സമൂഹത്തിന്റെ പേര് തന്നെ ഇല്ലാതാക്കി കളഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന പഴയകാലത്തെ EP വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അവരുടെ മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറിയുമായ പേരുടെ ബ്രഹ്മ മുസ്ലിയാര് കണ്ണൂർ ജില്ലയിലെ പിലാത്തറയിൽ വെച്ചൊരു പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, ജാക്കിർ നായിക്, ഇതൊരു പ്രയോഗമാണ്. ഡോക്ടർ ജാക്കിർ നായിക് എന്ന് പറയാവുന്ന ഒരു പേരിനെ ഏത് മുജാഹിദിന് അബൂജഹലിന്റെ പേര് പറയുമ്പോ പോലും നമ്മൾ അബു നീട്ടിയിട്ട് അബു കഴിഞ്ഞിട്ട് പിന്നെ ജാഹിലാക്കി നമ്മൾ പറയാറില്ല. പ്രതിപക്ഷ ബഹുമാനം നൽകിയിട്ടില്ലെങ്കിലും മനുഷ്യന് നൽകേണ്ടുന്ന മാന്യത നമ്മൾ നൽകാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഇന്നും ലഭ്യമായ 7 മണിക്കൂർ നീണ്ടുനിന്ന പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രഭാഷണത്തിലെ ഒരു വാചകത്തെയാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അങ്ങനെ പ്രയോഗിച്ചിട്ട് വിമർശനങ്ങളുടെ കാര്യത്തിൽ കാളമ്പാടി ഉസ്താദിനെ
അത് നിങ്ങൾ ഇവിടെ ആയതുകൊണ്ടാണ് കേൾക്കാതിരുന്നത്. പക്ഷെ അപ്പുറത്തിരുന്ന് സമസ്തയുമായി ബന്ധപ്പെട്ട കേസുകളെ കുറിച്ചൊരു വിശദീകരണം വേണം. കോഴിക്കോട് നടത്തിയപ്പോ കാളമ്പാടി ഉസ്താദിനെ പരിഹസിച്ചു പറഞ്ഞ ഇവരുടെ സെക്രട്ടറിയായ പേരോട് മുസ്ലിയാരുടെ പ്രഭാഷണം ഇന്നും എന്റെ കയ്യിലുണ്ട്. പരിഹാസത്തിന്റെ ചുവയിൽ വലിയൊരു പണ്ഡിതനെ വിളിച്ചു പറഞ്ഞ ആ പരിഹാസത്തെ എങ്ങനെ നിങ്ങൾ അളക്കും? ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ ഫോൺ ചെയ്താ ഉസ്താദ്മാരെ തെറി പറയാനല്ലേ വരുന്നു എന്ന് ചോദിച്ചു രാവിലെ. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അവിടെ വരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് നമ്മളെ വിമർശിച്ചുകൊണ്ട് SKSF അങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, എന്റെ വാചകങ്ങളിലെ കേരളത്തിലെ പ്രഭാഷണത്തിലെ ഈ 1.5 കൊല്ലത്തെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിലെ ഒരു വാചകം പരിഹാസത്തിന്റേതോ അല്ലെങ്കിൽ തോന്നിവാസത്തിന്റെയോ ഇസ്ലാമിന്റെ സീമകൾ ലംഘിച്ചുള്ള ഒരു വാചകം കാണിക്കാൻ ആൺകുട്ടിയായി പറഞ്ഞൊരു പ്രബോധകൻ എന്റെ മറുപക്ഷത്തെ പഴയകാലത്തെ കൂട്ടുകാരനുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. കാണിച്ചു തന്നാൽ എന്റെ പൊതുജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കാൻ കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. പേരോട് മുസ്ലിയാർ പറഞ്ഞതുപോലെയുള്ളൊരു വാചകം പോയിട്ട് അല്ലാത്തതെന്ന് പോലും ഇനി എന്റെ പേരിൽ കാണിക്കാൻ കഴിയില്ല. കാരണം എന്നെ പഠിപ്പിച്ച രക്ഷിതാക്കൾ നല്ല മലയാളം തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ പലരെയും പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ പലരെയും പല തോന്നിവാസങ്ങളുടെ വാചകങ്ങളല്ല പഠിപ്പിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ഈ കേരളത്തിലെ സമസ്തയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ശംസുല്ലമയെ പോലുള്ള പണ്ഡിതന്മാരെ അപഹാസത്തിൽ പ്രതിഞ്ഞെടുത്ത ഒരു കാലഘട്ടത്തിലെ പ്രഭാഷകരാണ് ഈ പറയുന്നത്. അവരായിരുന്നു സമത്ത എന്ന് പറഞ്ഞു കൊണ്ടെടുക്കുന്നതിന്റെ സെക്രട്ടറിമാരിൽ പ്രധാനപ്പെട്ട ആളുകൾ. കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇവരുടെ പ്രവർത്തകരുടെ പുറത്തിലൊക്കെ കേൾക്കുമ്പോ തോന്നുന്നു ഇവരൊക്കെ ഭയങ്കര സംഭവമാണ്. ഞാനൊന്ന് പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് പിഴച്ചിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കളുടെ വാചകത്തെ ചാനലുകാർ പോലും എടുത്തു പറഞ്ഞു. അടുത്തൊരു ചാനൽ വന്നു, പ്രിയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിയാരുടെ പ്രസംഗം. എന്താ പ്രശ്നം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു. ആ ദൗർഭാഗ്യകരമായ സംഭവത്തെ അങ്ങനെ പറഞ്ഞു തീർക്കാമായിരുന്നു. ബുദ്ധിയുള്ളൊരു മാനേജ്മെന്റിലെ മാനേജർക്ക് തീർക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളത്. പക്ഷെ ഇയാൾ എന്താ ചെയ്തത്? ഇയാള് മൊത്തം ആളുകളെ വിളിച്ചു ചേർത്തിയിട്ട് വളരെ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ പറഞ്ഞു. എന്നിട്ട് പരിഹസിച്ചു. ചാനലുകാരെ ക്ലിപ്പിട്ടു. ചാനലുകാര് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ക്ലിപ്പിട്ടിട്ട് ആ ക്ലിപ്പിൽ നിന്ന് അയാളുടെ പ്രസംഗത്തിൽ നിന്ന് ഒരു പ്രധാന ഭാഗത്തേക്ക് എത്തിയപ്പോ ക്ലീൻ നടത്തി. അപ്പൊ എന്താ സംഭവം? ആ വാചകം ചാനലിലൂടെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ചാനലുകാർ അവിടെ ക്ലീൻ അങ്ങോട്ടിട്ട് കൊടുത്തു. ചിന്തിക്കണം, കേരളത്തിലെ തസ്ബീഹും ദിക്റുകളും ചൊല്ലി വളർന്ന പാരമ്പര്യമുള്ള പണ്ഡിതന്റെ നാവിൽ നിന്ന് വരേണ്ടതല്ല ഈ മനുഷ്യന്റെ നാവിൽ നിന്ന് വന്നത് എന്നാണ് ഇത് തെളിയിക്കുന്നത്. കോയക്കുട്ടി ഉസ്താദിന്റെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ സ്ഥാനത്താണത്രേ ജനിക്കുന്നത്. ചോദിക്കട്ടെ കൂട്ടുകാരെ, ഈ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് ആ വാചകങ്ങൾ വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണമെന്താ? മഹാന്മാരായ ഔലിയാക്കൾ നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കാവടിയിലാണ് അവരുള്ളത്. അവർ പിടിച്ച പാശത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ല. കാരണമെന്താ? നിങ്ങളൊരു കാലത്ത് പറഞ്ഞത് ശംസുല്ലമ എന്ന മഹാനർക്ക് വഴിപിഴച്ചുവെന്നാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ആദർശത്തിൽ പിഴച്ചുവെന്നാണ് പറഞ്ഞത്. ആദർശത്തിൽ പിഴച്ചുവെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്ത് ആദർശത്തിൽ പിടിച്ചു എന്ന് പറയാൻ കാരണം ശംസുലുലമ മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുത്തൻവാദികൾക്ക് സലാം ചെല്ലാൻ പാടില്ലെന്ന പാഠപുസ്തകത്തിലെ പ്രയോഗത്തെ പരിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ആരോപണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 25 കൊല്ലം 26 കൊല്ലം മുമ്പ് ശംസുലുലമ എന്ന ദീർഘദൃക്കായ ഒരു പണ്ഡിതൻ എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ വിലക്ഷണൻ കൂടിയായിരുന്ന ആ മഹാനർ പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായി. അന്ന് ശംസുൽ എന്താ പറഞ്ഞത്? മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗൊക്കെ ഇപ്പോൾ ഉള്ളൂ. തെക്കൻ കേരളത്തിൽ തബ്ലീഗുണ്ട്, ഈ പാഠപുസ്തകത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ തെക്കൻ കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളിൽ തബ്ലീഗില്ലാത്തത് കൊണ്ട് അത് പ്രശ്നമാണ്. ചില പ്രദേശങ്ങളിൽ ചെല്ലാൻ പറ്റാത്ത വ്യാജ തബ്ലീഗുകാരുണ്ട്, അതും വിദഗ്ധക്കാരനാണ്. മാത്രമല്ല ഭാവിയിൽ പലരും വന്നേക്കാം എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളെ നോട്ടീസിലില്ലേ വീണ്ടും പിളരുന്നു, ഇനി മുമ്പ് പിളർന്നില്ലേ?
കേരള കോൺഗ്രസ് പോലെ പിളരുക. പിന്നെയും ഇവർ ചിലപ്പോൾ പറയും ഞങ്ങൾ വളരെയാണ്. അതേ ശൈലിയിൽ പിളരുന്ന വിധേയക്കാരാണ് മുജാഹിദ് പ്രസ്ഥാനം. തൽക്കാലം ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല, പറയാൻ പറ്റിയ ആളുകളുണ്ട്. പേരാമ്പ്രച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സർവ്വ എണ്ണത്തിനും വേണ്ട പോലെ ഓരോന്നിനും ഓരോ കൊട്ടുകൊടുത്ത് അങ്ങോട്ട് വീഴ്ച. അവസാനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് തോന്നി സമസ്തനെ പറ്റി ചോദിക്കാനൊന്നുമില്ല. അപ്പൊ ചോദിക്കാൻ പൊന്മളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അഥവാ നമ്മളെ നേതാക്കളെ പറ്റി ഒന്നും പറയാനില്ല, നിങ്ങൾ ക്ലീൻ ഷീറ്റാണ് നിങ്ങളെ പറ്റി, നല്ല റിപ്പോർട്ടാണ് നിങ്ങളെ പറ്റി, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് പൊന്മളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം പറഞ്ഞു. പൊന്മളിനെ പറ്റി നമുക്ക് എന്താ അഭിപ്രായം? എവിടെയായാലും ഒരേ അഭിപ്രായം എന്നല്ലേ പറയാനുള്ളൂ. പക്ഷെ അവരോട് പറയേണ്ട പോലെ പറഞ്ഞു. ലാസ്റ്റ് വിഷയം ഉത്തരവൊന്നുമില്ലാതെ ലാസ്റ്റ് ചോദിക്കാണ് കക്കുപടി സ്ഥാനോട്, എവിടെ രാമചന്ദ്രൻ അവിടുത്തെ വിഷയം? ഞാൻ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് പോയതാണ്. അഥവാ ചോദ്യങ്ങൾ പോലും ഇല്ലാതെ മുട്ടിക്കിടക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം. ആ നിലയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എത്തിയതിന്റെ കാരണം കാടിളക്കിയിട്ട് എന്തെങ്കിലും വേണ്ടാത്തരം പറഞ്ഞതിന്റെ പേരിലല്ല, വളരെ ശാസ്ത്രീയമായ സംയമനത്തോടെയുള്ള പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള പ്രബോധന മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള പ്രബോധകരുടെ മുന്നേറ്റത്തിന്റെ ഫലമാണ് ഇവിടെ കണ്ടത്. ഇവിടെ ചെറുശ്ശേരി ഉസ്താദ് വന്നിട്ടല്ല മറുപടികൾ പറഞ്ഞത്. സമസ്തയുടെ കീഴ്ഘടകമായ ഏറ്റവും ചെറിയ കീഴ്ഘടകങ്ങളൊന്നായ SKSSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉപഘടകം ഇസ്തിഖാമയിലെ യുവ പണ്ഡിതന്മാരുടെ പ്രബോധനത്തിന്റെ ഫലം സമൂഹം അനുഭവിച്ചു. അതുകൊണ്ടാ ചോദിച്ചത് അവസാനം നിങ്ങളെ പറ്റി ഒന്നുമില്ല മക്കളെ, ആ പൊന്മളെ പറ്റി എന്ന് പറഞ്ഞുതരുമോ? ലാസ്റ്റ് മൗലവി പിന്നെ ഇതിപ്പോ ക്ലിപ്പിട്ട് അടക്കാണെന്ന് പറഞ്ഞിട്ട് പൊന്മളെ പറ്റി നമ്മൾ പറഞ്ഞ മറുപടി. കാരണം എന്താ? വേറൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരു മരീചിക പോലെയാ. പാപങ്ങൾ പലരും കുടുങ്ങിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് തോന്നിയിട്ട് കുടുങ്ങിയതാ. ആ സാധുക്കളോട് ചോദിക്കും, എന്താടോ ഖുർആൻ പരിഭാഷ നോക്കി പഠിക്കണം, അതുപോലെ ഹദീസ് ആയത്തൊക്കെ നമ്മൾ അർത്ഥം പറയണം. അങ്ങനെ ഈ മുജാഹിദ് പ്രവർത്തനം വിളിച്ച് ചോദിക്കുക, വേറെ തക്ലീദ് ചെയ്യാൻ പാടില്ല. ഷാഫി ഇമാം പറഞ്ഞ അത് അവരുടെ വീക്ഷണം, ഇത് നമ്മുടെ വീക്ഷണം. ഈ നമ്മുടെ വീക്ഷണം പറയുന്ന ആളോട് ഹദീസിന് നൽകാൻ പറ്റുന്ന വ്യാഖ്യാനങ്ങളെ കുറിച്ചോ അർത്ഥം എന്താണെന്ന് ചോദിച്ചോ പറയും മൗലവി പറഞ്ഞു തന്നത് ഇന്നതാണ് അർത്ഥം. അപ്പൊ മൗലവി പറഞ്ഞെന്ന് അർത്ഥം പറ്റും, ഷാഫി ഇമാം പറഞ്ഞെന്ന് അർത്ഥം പറ്റില്ല എന്ന് പറയുന്ന പ്രത്യേകമായ ആചാര രൂപഭാവങ്ങളെ സമൂഹത്തിലെ പുതിയ സമൂഹത്തിന് മുന്നിൽ വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇന്നത്തെ കുട്ടികള് മിനിമം BA-ക്കാരെ, ഡിഗ്രിക്കാരെ, ആ കുട്ടികളെ മുന്നിൽ കൊണ്ടുപോയി പഴയ നമ്മൾ പറയാറില്ലേ കുടമൻശീത്തരം അവരുടെ മുന്നിൽ കൊണ്ടുവെക്കാൻ കഴിയില്ല. അവർ ബോധമുള്ളവരാണ്. ഇന്ന് എന്തിനാ ഇന്നത്തെ കാലത്ത് എന്താ പേടിക്കാനുള്ളത്? ഒരു മുജാഹിദിന്റെ പ്രവർത്തനം വന്നിട്ട് ആദർശപരമായ കാര്യം പറഞ്ഞാൽ കക്കുപടി സ്ഥാനം വേണ്ട. ഇവിടെ ഒരു മൈക്ക് മതി, ഒരു ആൻഡ്രോയിഡ് മൊബൈൽ മതി, അതിൽ അഹ്ലുസുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലിങ്ങനെ നെക്കിയിട്ട് എന്താ അതിന്റെ സംശയം? വ്യത്യാസമാണോ? ഒരു മിനിറ്റ്, SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയ സാധനമാണ്, നോക്കട്ടെ ഇപ്പൊ പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞാൽ മുജാഹിദ് മൗലവി അങ്ങനെയാ. അത്രത്തോളം കാലം വളർന്നു, SKSSF വളർന്നു, സമൂഹം വളർന്നു. ഇതിനിടയിൽ മറുപക്ഷത്തോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആദർശമല്ല ഇത്രയും കാലം പറഞ്ഞത്? മുജാഹിദിനെതിരെ ഞങ്ങൾ കുട്ടിഘോഷത്തിന്റെ കരഘോഷങ്ങൾ നടന്നവരാണ്, ഞങ്ങൾക്ക് ആദർശം മാത്രമേ പറയാൻ അറിയുള്ളൂന്നല്ലേ പറഞ്ഞത്? എന്റെ ഇപ്പൊ സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ എവിടെ പോയി? ഒരു അലവി സക്കാഫി ഉണ്ടായിരുന്നു സംവാദ മുഖാമുഖം നടത്താൻ, ബാക്കിയുള്ളൊരു സാധനം ബാക്കിയൊക്കെ പോയി. അങ്ങനെ പറയാൻ ആ നിലയിലെല്ലാം പോയി. ആ സാധു പോയിട്ടൊരു ഇൻഡോർ മുഖാമുഖം നടത്തി നമ്മുടെ പുത്തനത്താണിക്കടുത്ത് കന്മനം എന്ന സ്ഥലത്ത്. അവിടെ എന്റെ ആത്മാവ് എന്തായാലും അവിടെ കുറച്ച് ബാക്കിയുണ്ടാവും. ഞാൻ അവിടെ ഒരു കൊല്ലുണ്ടായിരുന്നു. അവിടെ പോയത് സാധു. അവിടെ പോയിട്ട് മൂപ്പര് ത്വരീഖത്തെ കണ്ട് വിശദീകരിച്ച് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നപ്പോ ഒരാളെ കുറിച്ച് വിമർശിച്ചു. അപ്പൊ ആ സ്ഥാപനത്തിന്റെ മാനേജർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അതിന് തെളിവെന്താന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അലവസക്കാരനാണോ, അയാളെ കുറിച്ച് വളരെ രസകരമായ സംഭവമാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇയാൾ കുറെ എന്തൊക്കെയോ പറഞ്ഞു. സ്ഥാപനത്തിന്റെ മാനേജർ സ്ഥാപനത്തിൽ ഒന്നാളല്ലേ, അയാളൊരു ബഹുമാനത്തോടെ ഒരു ചവിട്ടം കൊണ്ട് കൊടുത്തു. ഇരിക്കുന്ന ആളെ നേരെ ചവിട്ടി. ഈ ചെയ്ത ആള് നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ്. നേരെ ഒരു ചവിട്ട് കൊടുത്തപ്പോ കസേര ഇന്ന് മറിഞ്ഞങ്ങോട്ട് വന്നു. ഇത് ഞങ്ങളെ സംസ്കാരമല്ലോ, ആരും തെറ്റിദ്ധരിക്കരുത്. AP വിഭാഗത്തിന്റെ ഉള്ളിലെ തല്ല പറയുന്നത്. കഷ്ടകാല ജോർജിനെ മാണി ഇങ്ങനും ചെയ്തിട്ടില്ല മക്കളെ, പുറത്താക്കിയിട്ടുള്ളൂ. അതിനേക്കാൾ കഷ്ടാണ് ഈ ഒരു ചവിട്ടിൽ അവിടെ വീണപ്പോ ഇയാള് മുസ്തഫാജി എന്ന് പറഞ്ഞ ആളാണ്. അയാൾ പോയിട്ട് ഒന്നുകൂടി ചവിട്ടി. അപ്പോഴേക്ക് എല്ലാവരും കൂടി പിടിച്ചു. അലവി സക്കാഫി ഇറങ്ങിയ ഒരു ഓട്ട. പഠിച്ചോനെ അദ്ദേഹത്തിന് ഇനിയും ഓടാൻ.
അതായിരിക്കും. ഇതാണ് ഇവരുടെ ഉള്ളിലെ അവസ്ഥ. പറയൂ നിങ്ങൾ, ഞങ്ങളുടെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രബോധകന്മാരുടെ പ്രവർത്തകർക്കിടയിൽ ഇതിന്റെ ഒരു അംശം കാണിക്കാൻ കഴിയുമോ? കാരണം എന്താ? അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടാണ്. എവിടുന്ന ചവിട്ട് കിട്ടിയതോ? പ്രിയപ്പെട്ട ഉസ്താദ് പ്രസിഡന്റായിട്ടാണ്. അലവി സഖാഫിന്റെ ഉസ്താദായ പൊന്മള പ്രസിഡന്റായ സ്ഥാപനം കൂടി അതാണ്. കഴിഞ്ഞ ആഴ്ച ലേറ്റസ്റ്റ് ആണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. സമുദായത്തെ പിളർത്താൻ അറിഞ്ഞവരെ അവർ തന്നെ പരസ്പരം തലതല്ലി ചാവുന്ന അവസ്ഥ പറയാറില്ലേ? അതുപോലെ തലതല്ലി കീറാണ് ഇപ്പോ. ഗതികേടിലിട്ടാണ്. സ്വന്തം നേതാവിനെ അനുയായികൾ തല്ലാണ്. കോൺഗ്രസിന്റെ, ഈ കേരള കോൺഗ്രസിന്റെ ഈ ടീമിന്റെ ഇടയിൽ പണ്ടൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ പാർട്ടികൾ ഇങ്ങനെ കാണാറുണ്ട്, തല്ല്, ദിവസവും തല്ല്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ. ആദർശം പറഞ്ഞവരാണ്. മുഖാമുഖങ്ങളില്ല. മുഖാമുഖത്തിന് വന്ന ആളുകളെ കാണാനില്ല. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കും പോലെ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു നടന്ന് കേരളം മുഴുവൻ സംവാദത്തിന്റെ വെല്ലുവിളി ഉയർത്തിയ ഒരുപാട് കത്തുകൾ നൽകിയവരാണ് ഒരു കാലഘട്ടത്തിൽ. ഇന്നെന്തേ നിങ്ങളുടെ കത്തുകൾ എവിടെ പോയി? എവിടെ? നമ്മൾ ദാരിമിയുടെ ഉണ്ട് ദ്വീപിൽ. കഴിഞ്ഞ വർഷം ഞാനും കക്കുപ്പടി ഉസ്താദൊക്കെ പോയപ്പോ അവിടുത്തെ ദാരിമിനെ കണ്ടു പരിചയമുണ്ട്. അവിടുന്ന് മുമ്പരാൻ പരിചയപ്പെട്ടത്. അവിടെ ഞങ്ങൾ വരാറായപ്പോ ഞാൻ നാസർ ഫൈസിയുണ്ട്, കക്കുപ്പടി ഉസ്താദ് ആദ്യം നിന്ന് പോന്നു, ഞങ്ങളെക്കാൾ കുറച്ചു മുമ്പ് പോന്നു. അപ്പൊ ആരും ഇല്ലല്ലോ എന്നുള്ള നിലയിൽ ഒരു കത്തും കൊണ്ടുവന്നു. എന്നിട്ട് വെല്ലുവിളി, സംവാദത്തിന് തയ്യാറുണ്ടോ? നാസർ ഫൈസിയുണ്ട്. അപ്പം സീനിയർ നേതാവ് ഉണ്ടാവുമ്പോൾ ഞാൻ ആ ഒരു സംഘടനാപരമായ ദൗത്യം നിർവഹിക്കാനുള്ള ഇവരോട് ചോദിച്ചു, ഞാൻ ഏറ്റെടുക്കട്ടെ? ഏറ്റെടുത്തോളൂ. ഞാൻ ഏറ്റെടുത്തു. അപ്പൊ അത് അടുത്ത കത്ത്. ഞാൻ നാളെ രാവിലെ കപ്പലിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. നാളെ വൈകുന്നേരം ഞങ്ങൾ മറുപടി പ്രസംഗം കൊണ്ട് അതുകൂടി കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് തയ്യാറാവൂ. അപ്പൊ ഇവര് കരുതിയത് ഞാനായിട്ട് പോകുന്ന. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ നിൽക്കണമെന്നൊരു ഉപാധി വെച്ചതുകൊണ്ട് അടുത്തൊരു ഉപാധി ഞാൻ ചെറിയതൊന്ന് വെക്കാണ്. നിങ്ങളെ പരിപാടിയിൽ മുന്നിൽ തന്നെ ഞാൻ വന്നിരിക്കും. അവിടുത്തെ സഖാഫിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുന്നിൽ വന്നിരിക്കാൻ തയ്യാറാണ്, നാളത്തെ പരിപാടിയിൽ വന്നിരിക്കാൻ തയ്യാറാണ്. ഇതുവരെ കത്ത് കൊടുത്തയച്ചതുപോലെയുള്ളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തയക്കണം. ഞാൻ വന്നിരിക്കും. അവിടെ ചോദ്യം ചോദിക്കാൻ അവസരം തരും. അങ്ങനെ ചോദ്യം ചോദിക്കാൻ അവസരം തരുമെങ്കിൽ നാളെ ഞങ്ങളെ പരിപാടിയിലേക്കും മറ്റന്നാൾ രാവിലെ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് നിങ്ങളെ വേറെ ഇവിടുന്ന് കേരളത്തിലെ SKSF നേതാക്കളൊന്നും വേണ്ട. നാസർ ഫൈസിയുണ്ട്, ഞാനുണ്ട്. ഞാൻ ഏതായാലും അപ്പുറത്ത് ഏതാറുണ്ടായിരുന്നില്ലേ സാർ? അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്നു. ചിലപ്പോ ഇവര് നിശ്ചയിക്കും. ക്ലിപ്പ് ഇവിടെ റെഡിയാണ്. ആവശ്യമുണ്ടെങ്കിൽ വരും. അത് ആവശ്യമുള്ള സമയത്ത്. ഇപ്പം ആവശ്യമില്ല. കാണിച്ച മോശമാണ്, എനിക്കെന്നെ മോശമാണ്. ആ വർഗത്തിന്റെ കൂടെയുള്ള കാലല്ലേ കാണുന്നത്. അപ്പൊ അപ്പുറത്തുനിന്ന് മധ്യസ്ഥനായും അല്ലാതെയും വ്യവസ്ഥകൾ എഴുതാനും നിന്നിരുന്ന ആളാണ്. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ കത്ത് കണ്ടിട്ടില്ല അവിടെ. പിന്നെ മറുപടി കത്തില്ല. നമുക്കറിയാം പിറ്റേ ദിവസം വെല്ലുവിളിക്കും. ഞാനും നാസർ ഫൈസിയും ഇരുന്നിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു. വിശാലമായ കത്ത് എഴുതിയിട്ട് പറഞ്ഞു, നാളെ പരിപാടിയിൽ നമ്മളില്ല എന്നുള്ള ഉറപ്പോടെ വെല്ലുവിളി നടത്തും. ഈ കത്തുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കണം. സാധുക്കൾ അറിയാതെ വെല്ലുവിളി നടത്തിയതാ. നേരെ അതാ കത്ത് കയറിച്ചിരിക്കുന്നു സ്റ്റേജിലേക്ക്. ഞങ്ങൾ റെഡിയായിരിക്കുന്നു, നിങ്ങളെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. എപ്പോഴാ? അപ്പൊ പിന്നെ അടുത്ത കത്ത്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് എന്താ പിന്നൊരു കത്ത് വന്നത്? മർക്കസുള്ള മുടി മാത്രം ചർച്ച ചെയ്യാന്നുള്ളതിൽ ഞങ്ങളില്ല. അങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്കാക്കിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. എന്തൊരു കഷ്ടമാണ് കൂട്ടുകാരെ. ഇന്ന് നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ച് നടന്ന നിങ്ങളുടെ ആവേശവും ഊർജവും എവിടെ പോയി പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ മുജാഹിദിനെ കണ്ടാൽ പോലും ഇവർക്ക് പേടിയാ. മുഖാമുഖത്തിലൊക്കെ മുജാഹിദ് മൗലവിമാരോ ചോദ്യകർത്താക്കളോ വരുമ്പോ ഇവർ നോക്കും. തല ചൊറിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ അലവി സഖാഫിയോ ആരായാലും പറയും, വിഷയത്തെ പെട്ട് ചോദിച്ചാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. സംഭവം എന്താ? തല ചൊറിഞ്ഞ മുടിയെന്നാണ്. അത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് ഒരു പ്രസ്ഥാനം കേരളത്തിൽ എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുത്തു എന്ന് തന്നെയാണ്. മാത്രമല്ല ഔലിയാക്കളിൽ പ്രമുഖനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഫലിച്ചത് തന്നെയാണത്. കേരളത്തിന്റെ വേദികൾ ഇപ്പൊ AP വിഭാഗത്തോട് ചോദിച്ചാൽ അവരെന്താ പറയാ? ഞങ്ങൾ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമാണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല, ഞങ്ങൾ ഉസ്താദിന് ഇതിനൊന്നും നേരമില്ല, ഞങ്ങൾ ഉസ്താദിനെതിരെ നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കാൻ ഉസ്താദിന് നേരമില്ല എന്നാ. അത് ഞങ്ങൾ കാര്യമായി ഗണിക്കുന്നില്ല. കാരണം മുമ്പൊരാളുണ്ടായിരുന്നു സത്യമംഗലം വനത്തിൽ വീരപ്പൻ. അയാൾ കാട് മുഴുവൻ കട്ടുമുടിച്ച് നശിപ്പിച്ചപ്പോഴും കേരള, കർണാടക, തമിഴ്നാട് പോലീസ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇയാൾ ലോക കള്ളനാണ്, ഇയാൾ ആനക്കൊമ്പ് വെക്കുന്നുണ്ട്, ഇയാൾ പലതും കട്ടുകൊണ്ടുപോകുന്നു, ഈ രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാണെന്ന് പറഞ്ഞപ്പോഴും വീരപ്പൻ ഒരു മറുപടി പറഞ്ഞില്ല.
അതുകൊണ്ട് അയാൾ ചെയ്തത് നന്മയാവോ? മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബോധ്യപ്പെടുന്നതിലൂടെ അങ്ങനെ മറുപടി പറയാൻ ഞങ്ങളില്ല എന്നല്ല പറയേണ്ടത്. ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, മുസ്ലിം സാമൂഹിക പരിസരത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് നിങ്ങളെന്ന് തെളിയിക്കുന്ന ആയിരക്കണക്കിന് തെളിവുകൾ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് മാത്രമല്ല അവിടെയുള്ളവർക്ക് അതിനേക്കാളധികം കഴിയും. അത്രത്തോളം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, റമദാൻ ഇപ്പൊ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ടെന്നാ എക്സാം കിറ്റാണ് അത്ര. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളാണ് ആ കിറ്റ് കൊടുക്കുന്നത്. എക്സാം കിറ്റ്, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഒരു കിറ്റ്. അടുത്ത വർഷമൊക്കെ ഇനി സ്ലേറ്റ് കിറ്റ് ഉണ്ടാവും. 1ാം ക്ലാസ് ചേർന്നവർക്ക് മൂപ്പര് സ്ലേറ്റ് എടുത്ത് മന്ത്രിച്ചിട്ടാണ് കൊടുക്കും. ഷൂന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അത് വാങ്ങിച്ചു. അതിന് 200 റുപ്യൊക്കെ വില ഉണ്ട്. എന്താ എക്സാം കിറ്റുകൾ? ഇത് സങ്കല്പമല്ലോ. എക്സാം കിറ്റ് എന്റെ കയ്യിലുണ്ട്, വെറുതെ പറയിക്കരുത്. എക്സാം കിറ്റിന്റെ മുഴുവൻ ഭാഗം കിട്ടിയില്ല, കുറച്ച് കിട്ടാൻ ബാക്കിയുണ്ട്. ബാക്കി എന്റെ കയ്യിലുണ്ട്. ഞാനൊരാളെ പറഞ്ഞയച്ചപ്പോ പറഞ്ഞു തീർന്നുപോയി, കിറ്റ് തീർന്നുപോയി. 200 റുപ്യ ഉള്ളൂ, പക്ഷെ കിറ്റ് തീർന്നുപോയി. എന്റെ കിറ്റിലുള്ളത് 2 മൂപ്പര് മന്ത്രിച്ച 2 പെന്ന്, പിന്നെ ഒരു പുസ്തകം, ഒരു CD, ഒരു തേന്, എന്നിട്ടൊരു കവറിലാക്കിയിട്ട് എക്സാം കിറ്റ്. പഠിച്ചോനെ ഇനി എന്തൊക്കെ കാണുന്നു ചിന്തിച്ചു നോക്കുക. എക്സാം കിറ്റാണിത്. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ആ എക്സാം കിറ്റും വാങ്ങിയിട്ട് നിങ്ങൾ വേറെ അവരെ സ്കൂളിൽ ചിലപ്പോൾ പോയി ജയിപ്പിക്കും. കാരണം നിങ്ങളെ പേര് നോക്കും, കിറ്റ് വാങ്ങിയ ആളാണോ. അല്ലാത്ത സ്കൂളിൽ പോയിട്ട് ഈ കിറ്റുമായി നിങ്ങൾ പോയാൽ, മുമ്പൊരാള് ദുബൈ പോയിട്ട് പ്രസംഗിച്ചിരുന്നു, എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായാൽ ഞാൻ പലപ്പോഴും പ്രതിസന്ധികൾക്ക് പരിഹാരം തേടാറുള്ളത് കാന്തപുരം ഉസ്താദിനോടാണ്. ഒരു മന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു അയാള്. രമേശ് ചെന്നിത്തല ആവുന്നതിന് മുമ്പുള്ള ആളുമായിരുന്നു. കേരളത്തിലെ അയാൾ എത്തിയപ്പോ അറിഞ്ഞ അയാൾ ആഭ്യന്തരം പോയി. വേറൊരാളുണ്ടായിരുന്നു, അയാള് പറഞ്ഞു ഉസ്താദിന് പകരം ഉസ്താദ്. ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ മൂപ്പരെ പ്രധാനപ്പെട്ട വകുപ്പൊക്കെ പോയി. പിന്നെ ഒരു വകുപ്പേ ബാക്കിയുള്ളൂ. 1-2 വകുപ്പുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കയ്യിലുള്ളത് മാലിന്യ സംസ്കരണമാണ്. ആ വിഭാഗത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ വകുപ്പ് ഇങ്ങനെയുള്ള ചില അടുത്താൽ തൊട്ടാൽ ഇത്തരം ഫലങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്, മന്ത്രിക്കുന്നതിന് നമ്മൾ എതിരില്ല. മന്ത്രത്തിന് വേണ്ടി പാണക്കാട് പോയാൽ ആയിരങ്ങളെ ചൊവ്വാഴ്ച മന്ത്രിച്ചു. അതുപോലെ ഉപദേശങ്ങൾ നൽകിവിടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നായകന്റെ പിന്നിൽ നിൽക്കുന്നവരായി പറയുന്നത്. മന്ത്രത്തിന് ഞങ്ങളെതിരല്ല, മന്ത്രത്തിന്റെ പേരിൽ ചില തട്ടിപ്പുകൾക്കെതിരാണ്. ഇത്തരം കോപ്രായങ്ങൾ വെറുതെ കാട്ടിക്കൂട്ടാണ്. മാദൻ സ്വലാത്ത് നഗർ എനിക്കിഷ്ടപ്പെട്ട തങ്ങളുടെ സ്ഥലമായിരുന്നു അത് ഒരു കാലത്ത്. പക്ഷേ ഇപ്പൊ ഞാൻ സങ്കടത്തോടെ പലതും ഓർക്കാണ്. അവസാനത്തെ കുറെ വർഷങ്ങൾ ഞാൻ പോയിട്ടില്ല അവിടെ. റമദാനിലെ 27-ാം രാവിലെ എനിക്കൊരിക്കലും ഭീകരതയ്ക്കെതിരെ പ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമാണെന്ന് തോന്നിയിട്ടില്ല. റമദാൻ 27-ന്റെ അന്ന് നമ്മളെല്ലാം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ റബ്ബിന്റെ മുന്നിലിരിക്കും. എന്നിട്ട് പറയും ജീവിച്ച നിമിഷങ്ങളെക്കാളേറെ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എന്റെ പാപങ്ങളെ പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുള്ള നമ്മൾ, പ്രാർത്ഥിക്കുന്ന നമ്മള് ഈ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിന്റെ പിന്നാലെ ദിക്റുകൾ ചൊല്ലി നമ്മളിൽ നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടാൻ മാത്രം ആ രാത്രി ചെലവഴിക്കുമ്പോ അവിടെ ചെന്നപ്പോ കാണാൻ കഴിഞ്ഞെന്താ, രാത്രി ഏകദേശം ദുആക്ക് ഉത്തരം കിട്ടും തോന്നുന്ന സമയമായാൽ ബഹുമാനപ്പെട്ട തങ്ങൾ വന്നിട്ട് എല്ലാ ഇന്ത്യക്കാരെന്റെ സഹോദരി സഹോദരന്മാരാണ്, തീവ്രതക്കെതിരാണ്, ഞാൻ ഭീകരതക്കെതിരാണ്, ഭീകരവാദത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരതക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, എതിരാണെന്നുള്ളത് പ്രതിജ്ഞയെടുക്കും. ഞാൻ ചോദിക്കട്ടെ, കേരള മുസ്ലിങ്ങൾക്ക് ഭീകരതക്കെതിരെ തീവ്രതക്കെതിരെ പടപൊരുതിയ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാതൃക കേരളത്തിലാണ്. ഇസ്മായിൽ സാഹിബ് എന്ന വലിയ മഹാൻ സ്വന്തം മകനെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞയച്ച മഹാന്റെ നേതൃത്വമുണ്ടായ പ്രസ്ഥാനം ഇവിടെ ഉള്ള സ്ഥിതിയിൽ അവർ പോലും ചെയ്യാത്തത്, അവർ ഈ റമദാനിന്റെ രാത്രിയിലല്ല പ്രതിജ്ഞയെടുക്കാൻ പോകാറുള്ളത്. ഈ റമദാനിന്റെ രാത്രിയിൽ തന്നെ എന്തിനാ പ്രതിജ്ഞയെടുക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ളപ്പോ തന്നെ. അതൊരു വലിയ വിഷയമാണ്, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു വിഷയം. എന്താ അതിന്റെ പ്രത്യേകത? പ്രതിജ്ഞ മലയാളത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇംഗ്ലീഷിലും കൂടി ഒരു പ്രതിജ്ഞയുണ്ട്. ഇത് ആർക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് എന്നാണ് എന്റെ ചോദ്യം. ഇംഗ്ലീഷിലൊരു പ്രതിജ്ഞയുടെ ശേഷം ഇതേ പ്രതിജ്ഞ
ഇതേ പ്രതിജ്ഞ, ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിജ്ഞ 27-ാം രാവിന്റെ അന്ന് രാത്രി അവിടെ നിന്നുകൊണ്ട് നടത്തുന്ന ഇംഗ്ലീഷിലെ പ്രതിജ്ഞ തീർന്നില്ല. എനിക്ക് മറുപടി പറഞ്ഞു തരണം കൂട്ടുകാരെ. ഇവിടെ ഇനി ആരെങ്കിലും മറുപടി പറയാൻ വന്നാൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി വന്നാൽ തന്നെ മറുപടി പറഞ്ഞു തരണം. 27-ാം രാവിന്റെ അന്ന് ഇംഗ്ലീഷിൽ പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് എല്ലാ വർഷവും ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. ഒരു പ്രധാന ചാനൽ, ഒന്നുകിൽ ജയ്ഹിന്ദ് അല്ലെങ്കിൽ പിന്നെ കൈരളി, ഏഷ്യാനെറ്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ചാനൽ. ആ ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു ചാനലിൽ ഇങ്ങനെ ലൈവ് കൊടുക്കുന്ന ഇവർ ആ സമയത്താണ് ലൈവ് കൊടുക്കുക. എനിക്കറിയാം ഈ പറയപ്പെട്ട മുഴുവൻ പരിപാടികളും നടക്കുമ്പോഴും ലൈവ് കൊടുക്കാത്തവർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ഇംഗ്ലീഷിൽ ചെയ്യുന്ന, മലയാളവും ഇംഗ്ലീഷും കൂട്ടിപ്പറഞ്ഞ് ചെയ്യുന്ന ആ നിമിഷം മാത്രം എന്തിന് ടെലികാസ്റ്റ് ചെയ്യുന്നു അറിയാൻ മോഹമുണ്ട്. അപ്പോഴാ മനോരമ ഓർമ്മ വരുന്നത്. മനോരമ പത്രത്തിലുണ്ടായിരുന്നു ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ കാരന്തൂരിലെ മർക്കസ് മാത്യു ബേ എന്ന അമേരിക്കയുടെ ഓഫീസർ കാരന്തൂർ മർക്കസ് സന്ദർശിച്ചതിന്റെ വാർത്ത സമ്പൂർണമായി മനോരമയിലും ഹ്രസ്വമായി സിറാജിലുമുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെയല്ല, അപ്പോൾ തന്നെയാണ്. അതിന്റെ ഫോട്ടോ മർക്കസിലെ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്, അവിടുത്തെ ആൽബത്തിലുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എടുത്തു മാറ്റണം, മാറ്റിക്കൊള്ളി, മനോരമയിൽ ഒഴിവാവില്ല. ആ മാത്യു ബേ വന്നിട്ട് മർക്കസ് സന്ദർശിച്ചു പോയപ്പോ നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിന് പറഞ്ഞ മറുപടി, ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കാനാണത്രേ മാത്യു ബേ മർക്കസിലേക്ക് വന്നത്. എന്റെ ഒരു എളിയ സംശയമാണ്. ഞാൻ അവിടെ നിന്നപ്പോ എനിക്ക് തോന്നാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ചിത്രത്തിൽ ഈ പാർലമെന്റിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് മർക്കസിന്റെ ഫോട്ടോ പോലുള്ളത്. പാർലമെന്റാണോ മർക്കസ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ശക്തമാക്കാൻ മർക്കസിലേക്കാണോ വരിക, അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ, ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെ ആ ഭവനങ്ങളിലേക്കോ, ഗവർണർമാരുടെ വസതികളിലേക്കോ, മന്ത്രിമാരുടെ വസതികളിലേക്കോ ആണ് പോകേണ്ടത്? അല്ലാതെ കാരന്തൂർ മർക്കസിലല്ല. കാരണം ഒരു ഗവർണർ പോലും അവിടെ ഇല്ലല്ലോ. പിന്നെ എന്തിനെ കാരന്തൂർ മർക്കസിൽ വന്നത്? അറിയാൻ ആഗ്രഹമുണ്ട് ഈ ചോദ്യങ്ങളുടെയൊക്കെ മറുപടി. ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട്. കേരള മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഒരു മുടി കൊണ്ടുവന്നു. എനിക്ക് ബോധ്യമുണ്ടായിരുന്നു കാന്തപുരത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ പരാജയമാണെന്നും അതിൽ പ്രശ്നങ്ങളുണ്ടെന്നും അത് ദുനിയാവിന് വേണ്ടിയുള്ള വെട്ടിപ്പിടിക്കലുകളുടെ കേന്ദ്രമാണെന്നും റിയൽ എസ്റ്റേറ്റിന്റെ കേന്ദ്രമാണെന്നും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ബോധ്യങ്ങൾക്കെല്ലാം ഇടയിൽ പലപ്പോഴും ഞാൻ കരുതിയത് ഇങ്ങനെ സംഘടനാപരമായ ഒരു കാരണം കൊണ്ട് എന്തിനാ വെറുതെ സംഘടന മാറിങ്ങനെ പോയിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് തൽക്കാലം അങ്ങനെ നിൽക്കുക, കാന്തപുരത്തിന്റെ കുറെ പ്രവർത്തനങ്ങളൊപ്പം നിന്ന് പോവാന്ന് ചിന്തിച്ചു. ആ സമയത്ത് മുടികാരി വരുന്നത് ഞാൻ ആഗ്രഹിച്ചു. സത്യം ഞാൻ തുറന്നു പറയാണ്. കാരണം കക്കുപടി ഉസ്താദിനൊക്കെ അറിയാം, ഞങ്ങൾ പലപ്പോഴും ഒരുപാട് തവണ നേരിൽ കണ്ടുമുട്ടാറുണ്ട്. എതിർപക്ഷത്ത് നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ പലപ്പോഴും പരിപാടികൾ കഴിഞ്ഞു വരുമ്പോ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും പരിസരത്തെ കുഞ്ഞിപ്പള്ളിയിൽ വെച്ചാണ്, ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, കുഞ്ഞിപ്പള്ളിയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടാറുള്ളത്. ഞങ്ങൾ നിസ്കരിച്ച് വരുമ്പോ മൂപ്പര് കയറിപ്പോണ്ടാവും, അല്ലെ മൂപ്പര് നിസ്കരിച്ച് വരുമ്പോൾ ഞങ്ങൾ കയറിപ്പോണ്ടാവും. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരും. പക്ഷെ അന്നൊക്കെ ഞാൻ കക്കുപടി ഉസ്താദിനോട് പറയാറുണ്ടായിരുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നന്നാവാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക. എനിക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് വരാനുള്ള ഭാഗ്യം അതുകൊണ്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ കാലത്ത് കാന്തപുരം വിഭാഗത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന കാലത്ത്, അവരുടെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന കാലത്ത് എനിക്കതിൽ സംഘടനാപരമായ പരാജയമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ മഹല്ലുകളിൽ നടക്കുന്ന മുജാഹിദ് ആശയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോ അതെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടെ നിന്നിരുന്നത് 2-3 കൊല്ലം. അപ്പോഴാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുടികേറി വരുന്നത്. ആ മുടി കയറി വന്നു. ഇയാളെ ക്ലിപ്പാക്കണ്ട, ബഹുമാനപ്പെട്ട കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അവിടെ. അപ്പോ ഈ മുടി കയറി വരുന്നത്, മുടി കയറി വന്നപ്പോ ഞാൻ കരുതി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയിൽ ഏറ്റവും വലുത് അവിടുത്തെ പ്രസിഡന്റ് ആരാ? കാന്തപുരം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് മൂപ്പരാണ്. അപ്പൊ മൂപ്പരുമായി അടുത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച എനിക്ക് ഈ മുടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെങ്കിൽ ഇതൊരു വരമാണ്, ഒരു അനുഗ്രഹമാണ്. എന്തായാലും ഇതിന്റെ കൂടെ കൂടിയാൽ എന്റെ ആഖിറത്ത് രക്ഷപ്പെടാൻ ഇത് കാരണമാവുമെന്ന് കരുതിയിട്ട് മൂപ്പരെ കൂടെ തന്നെ ഏറ്റവും അടുത്ത ആളായി.
അതിലങ്ങനെ കൂടിയപ്പോഴാണ് ഈ ഹമീദ് ഫൈസിനെ പോലത്തെ ഓരോ മനുഷ്യന്മാർ ഇറങ്ങി വരുന്നത്. അവരിങ്ങനെ പറയാൻ തുടങ്ങിയില്ലേ, അതിങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, മറ്റേതാണെന്ന് പറഞ്ഞു. ബോംബെയിലെ ജാലിയൻവാലയുടെ കഥകളൊക്കെ അവർ പുറത്തുകൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇവർ പറഞ്ഞ് സത്യമാണോന്നറിയാൻ ജാലിയൻവാലയുടെ അടുത്തേക്ക് നേരിട്ട് പോയി. ജാലിയൻവാല കേരളത്തിൽ ഒരു സ്ഥലത്തേ വന്നിട്ടുള്ളൂ, അതെന്റെ വീട്ടിലാണ്. പല സ്ഥലത്തും വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നത് എന്റെ വീട്ടിൽ മാത്രമാണ്. എന്റെ മകന്റെ കയ്യിലേക്ക് ബഹുമാനപ്പെട്ട ഇവരുടെ നേതാക്കൾ എന്ന് പറയുന്നവരുടെ കയ്യിലുള്ള മുടി എന്റെ മകന്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. അതിന് നേലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ കക്കുപടിസ്ഥാക്ക പറയുമ്പോൾ കത്തിക്കാൻ എന്നെ കിട്ടൂല. ഞാൻ നിങ്ങളെ എല്ലാ ആശയത്തോടും അത്തരം കാര്യങ്ങൾ യോജിക്കില്ല. കാരണം അത് കത്തിച്ചാ പിന്നെ ഞാനും AP ഉസ്താദ് അവറുകളും ആ കാര്യത്തിൽ ഐക്യത്തില്ല. കത്തിച്ചാൽ എന്റെ കയ്യിൽ തെളിവ് പോയി, മൂപ്പര് കത്തിച്ചാൽ മൂപ്പര് കത്തോളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും അതിൽ മാത്രം യോജിക്കുന്നു. ആ നിലയിൽ ഇന്നും സൂക്ഷിക്കാണ്. എന്റെ മകന്റെ കയ്യിലേക്ക് അത് കിട്ടിയിട്ട് ബർക്കത്തുണ്ടായിട്ടുണ്ടെന്ന് ആ കുട്ടികളും എന്റെ ഭാര്യയൊക്കെ അന്ന് പനി പിടിച്ചു കിടന്നു. എന്നിട്ട് എന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടുവിടേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് എത്തി. അത്രമാത്രം നന്നു എന്നാണ് പറയാൻ തോന്നുന്നത്. ഈ മുടിയുടെ കേന്ദ്രം അന്വേഷിച്ചു ഇവരൊക്കെ പോയതുപോലെ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥക്കല്ല, അതിൽ നിന്ന് ബർക്കത്തെടുക്കാൻ പോയി. ബോംബെയുമായി നല്ല ബന്ധമായി. ഞാൻ 60 തവണ പലപ്പോഴായി അവിടെ പോയി, അവിടെ പലപ്പോഴും താമസിച്ചു. ഈ അടുത്ത ബന്ധമായി മാറിയ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടു, കുറെ പ്രാവശ്യം ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോ ഇതിലെന്തൊക്കെയോ തട്ടിപ്പുണ്ട്. അങ്ങനെ പലതും ചോദിച്ചു, ഇവരുടെ സനതും എല്ലാം ചോദിച്ചു. എല്ലാം കളവാണെന്ന് ബോധ്യപ്പെട്ടു. സത്യമാണ്, ഹബീബിന്റേതാണെന്ന് എന്ന തോന്നലിൽ കൂടെ കൂടിയിട്ട് അതിന്റെ ഭാഗ്യം ലഭിക്കാൻ കൂടെ കൂടി എനിക്ക് പിന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. സംഘടനാപരമായി ഇവർ ഏറ്റവും മോശമായ നിലയിലാണ്. ആദർശപരമായും ഹബീബുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇവർ കച്ചവടക്കാരുമാണ്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവരെ തൊലാക്ക് ചൊല്ലിട്ട് അവിടെ നാട്ടിൽ ഇറങ്ങിയോണ്ട് പോകുന്നു. പോരുമ്പോ എനിക്കറിയാം ഇത് പാവങ്ങളെ പ്രസ്ഥാനമാണ്. ഇവിടുന്ന് ഒന്നും കിട്ടൂല എന്നറിയാം. അവിടെ ആണെങ്കിൽ എന്താ, അവിടെയുള്ള ചില ആളുകൾ പേരിനെ മൂറ് നിൽക്കാം. അങ്ങനെയുള്ള പേരുള്ള ഏരിയയാണ്. അവിടുന്നാണ് പോരുന്നത്. അപ്പൊ സമ്പത്ത്, സൗകര്യങ്ങൾ, ശീതളിമ മുഴുവനും അവിടെ ലഭ്യമാണ്. ബഹുമാനപ്പെട്ടവരെ വണ്ടി കയറിയില്ലാ തന്നെ കിട്ടുന്ന ആപ്പിളിന്റെ വലിപ്പോ അല്ലെങ്കിൽ സുഖമൊന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ചെറുശ്ശേരി സ്ഥാനിലൂടെ കയറിയാൽ ചിലപ്പോ കൊണ്ടോട്ടി ടൗണിൽ പറയും, മോനെ ഒന്ന് ഇറങ്ങി ഞാനും ഒരു മീൻ വാങ്ങി വരട്ടെ. അതാ ചെറുശ്ശേരി സ്ഥാനിന്റെ പേരിൽ കംപ്ലൈന്റ്. ചെറുശ്ശേരി സ്ഥാൻ മീൻ വാങ്ങും ഇത്ര വീട്ടിലേക്ക്. ഉസ്താദിന് പരിചയമുള്ള ഒരാൾ ചോദിച്ചത്ര, ഉസ്താദിനെ ഇങ്ങനെ ആരോപണം ഉണ്ടല്ലോ, എന്താണത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത്രേ, എന്റെ വീട്ടിലേക്ക്. അതാണ് മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ മണമുള്ള, ജീവിക്കാൻ സ്വന്തത്തിൽ നിന്നെടുത്ത് ജീവിക്കുന്ന, സ്ഥാപനത്തിന്റെ പണത്തിൽ നിന്നെടുത്ത് ജീവിക്കുന്നവരല്ല ഇവിടെയുള്ള പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ പ്രസ്ഥാനത്തിലേക്കാണ് ഞാൻ വന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ തന്നെ ഇവിടത്തേക്ക് വന്നത്. ഈ മുടിയെ വ്യാജമാണെന്ന് അതിലൂടെ ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലുള്ള പലരും ഇവരുടെ പ്രസ്ഥാനവും ബോധ്യപ്പെട്ടു വ്യാജമാണെന്ന്. ഇങ്ങനെ കടന്നു വരുന്നത് വ്യാജം എന്ന് പറഞ്ഞാൽ ചെറിയ, ഞാൻ നിർത്താൻ, ചെറിയ ഏറ്റവും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു തെളിവ് പറഞ്ഞുതരാം. ഇപ്പൊ ഇവര് 60ാം വാർഷികം ആഘോഷിച്ചു. നല്ല ആഘോഷ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 60ാം വാർഷികത്തിലെ അവസാനത്തെ കളവ് നേർ മുന്നിൽ നിന്ന് പൊളിച്ചിട്ടാണ് അന്ന് നമ്മളോട് പരിപാടി നടത്തിയത്. ബഹുമാനപ്പെട്ട ഒരു പ്രസംഗം നടത്തി. എന്താ, ഞാനിപ്പോൾ പൊതുവേദിയിലേക്ക്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിത് കേൾക്കണം, കളവിന്റെ പേമാരി പെയ്തിറങ്ങിയ ഒരുപാട് കഥകൾ പറയാനുണ്ടെങ്കിലും അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒന്ന് മാത്രം സാമ്പിളിന് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ മെയിൻ ഗേറ്റിൽ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടന്നിട്ടാണ് വേദിയിലേക്ക് എത്തിയത്. അത്ര ആളുടെ അറിയിക്കാനാ. അപ്പൊ സാധുക്കൾ അല്ലാഹു അക്ബർ ചെല്ലാത്ത ഭാഗ്യ, അല്ലാഹു അക്ബറായിട്ട് ചെല്ലുന്നേ. എന്താണ് ഈ കൗമിനെന്നാ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിക്കൂടെ, മെയിൻ ഗേറ്റിലേക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. എന്ത് കേട്ടാലും ഇവരങ്ങനെ തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അയാളോട് എന്ത് വന്നു പറഞ്ഞാലും അത് എന്റെ കുട്ടിയാണ്. അപ്പൊ ഏതൊരു കല്യാണിയോ എന്തിന്റെയോ പേര് പറഞ്ഞു അത് പ്രസംഗിച്ചു, അതും എന്റെ കുട്ടിയാണ്. അപ്പോഴേ പറഞ്ഞത് അതൊരു പശുവാണ്. അതുപോലെ എന്ത് പറഞ്ഞാലും ഇവർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നമ്മളെതിരല്ല. പക്ഷേ അബൂബക്കറിന് വേണ്ടി വെറുതെ അല്ലാഹു അക്ബർ ചെല്ലരുത് എന്നേ പണ്ഡിതന്മാർ മുമ്പേ പറഞ്ഞിട്ടുള്ളൂ. ഏത് അബൂബക്കറിന്? നമ്മുടെ നാട്ടുകാരുടെ കൂട്ടത്തിലുള്ള. അതുപോലെ ആവരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ അങ്ങനെ ചെല്ലിവിടെ തന്നെ. അപ്പൊ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിക്കൂടെ. ഞാൻ പൊടിച്ചതിന് പറയാം, പഠിച്ചോനെ ഈ 50,000-ഓളം വരുന്ന ആളുകളെ ഈ സദസ്സിൽ ഉൾക്കൊള്ളാതെ നിൽക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ വലിപ്പാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ തക്ബീറില്ല, ഒന്ന് ചുറ്റും നോക്കണ്ടേ. 50,000 ഉണ്ടോ ഇവിടെ?
ചെല്ലൂടെ അങ്ങോട്ട്. അപ്പൊ അവിടെ നമ്മുടെ സമ്മേളനം നടക്കുമ്പോ ആ വേദിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാനിത് ഓൺലൈനിലൂടെ കേട്ട ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ എന്റെ പ്രസംഗം മൂന്നാമതാണ്. അപ്പൊ സമയമുണ്ടല്ലോ, ഞാൻ എന്റെ കൂടെയുള്ള വണ്ടിയുള്ളവരോട് പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് ആ 1 കിലോമീറ്റർ ഒന്ന് കണ്ടുവരാം. അങ്ങനെ റോഡിൽ നിന്നിട്ട് മെയിൻ ഗേറ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് സ്റ്റേജ് വരെ എന്റെ കൂടെ ഉണ്ടായ ഒരാളെ പറഞ്ഞു മൊബൈലിൽ വീഡിയോ എടുത്തു. എന്നിട്ട് ഏകദേശം അളക്കാൻ പറഞ്ഞു 200 മീറ്ററിനപ്പുറത്ത് 250ന്റെ ഇടയിലേ ഉള്ളൂ. അതിന്റെ കളവിന്റെ കോലാട്ടോ പറയുന്നത് 5000 മദ്രസ 25,000 മദ്രസ ഉണ്ടെന്ന് മൂപ്പരനെ പറയാറുള്ളത്. അത് പിന്നെ നമ്മളിപ്പം പറയാറുണ്ട് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി കുട്ടികളെ ഈ പറയപ്പെട്ട ഈ ദൂരം നടന്നു നോക്കി 200 മീറ്റർ മാത്രം. എന്നിട്ട് ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ക്ലിപ്പിടാമെന്ന് തയ്യാറായിട്ട് വന്നു. ക്ലിപ്പിട്ടു വന്നു അവിടെ. അങ്ങനെ തിരിച്ച് മെയിൻ റോഡിൽ വന്ന് എടരിക്കോട് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഞങ്ങൾ വണ്ടി തിരിക്കുമ്പോ ഇവര് സമ്മേളനത്തിൽ വെച്ചൊരു ബോർഡുണ്ട് അവിടെ, സമ്മേളന നഗരിയിലേക്ക് 500 മീറ്റർ. എവിടുന്ന് ജംഗ്ഷൻ 500 മീറ്റർ ഉള്ളടത്തേക്ക്. ഇനി അവിടുന്ന് അങ്ങോട്ടേ കൂട്ടിയാൽ 750 ആവുള്ളൂ ടോട്ടല്. ഇതിനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് മെയിൻ ഗേറ്റിൽ നിന്ന് ഞാൻ എന്റെ ഉസ്താദെ പറയുമ്പോ ഞാൻ പറഞ്ഞതുപോലെ ആ നാട്ടിലെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടോ എന്ന് ബോധ്യമുണ്ടായിക്കൂടെ? ഇതാണ് അവസ്ഥ അവരുടെ. ഇങ്ങനെ കളവ് മാത്രം പറയുന്ന ടീം. ഇവര് മുടിയുടെ കഥ പറയുമ്പോ ഇവര് ഈ 60ാം വാർഷിക സമ്മേളനം ആഘോഷിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? സമസ്തന്റെ ഉപഘടകണത്ര കീഴ്ഘടകണത്രത്. അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങളെ സമസ്തക്ക് എത്ര വയസ്സായി? ഞങ്ങളെ സമസ്ത ഉണ്ടാക്കിയിട്ട് 25 കൊല്ലം മുമ്പുണ്ടാക്കിയ ഒരു സംഘടനക്ക് എങ്ങനെ, അഥവാ 25 കൊല്ലം മുമ്പ് ജനിച്ചൊരു പിതാവിന് 60 വയസ്സുള്ളൊരു മകനുണ്ട്, അത് മൂത്ത മകന് 60 വയസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ എങ്ങനെ കഴിയുക? കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ? 25 കൊല്ലം ഉണ്ടാക്കിയ മുമ്പുണ്ടാക്കിയ വാപ്പാക്ക് 60 വയസ്സുള്ള പുത്രനുണ്ടത്രേ. സമാനായിരുന്നവരെ മറ്റേ കഥയും. ഇത് മുടിയുടെ കഥ. ഈ മുടിയിൽ ഇവര് ഒരു സനതൊക്കെ വായിക്കുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നതാണ്, ഞാനിലേക്ക് പോകുന്നില്ല. അതിൽ മുടി കൊടുത്തയാള് ഇയാൾക്ക് കിട്ടിയ ഈ കാന്തപുരം ഉസ്താദിന് കൊടുത്ത, ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ പോകുമ്പോൾ നിലനിർത്തി തന്നെ ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഉസ്താദിന് ചിലപ്പോ ഇവരൊക്കെ പറയും നിങ്ങൾ ഉദ്ദേശിച്ച ഉസ്താദ് ഞങ്ങൾ ഉസ്താദിനെ ബഹുമാനിച്ചിട്ടൊന്നുമല്ല, ഗൾഫിൽ ഉസ്താദിനെ വേറെ അർത്ഥാണ്, അതാ നിങ്ങൾ പറഞ്ഞത്. ചിലപ്പോ അവര് പറയും ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ബഹുമാനിച്ചിട്ടാ പറയുന്നത്. അപ്പൊ അങ്ങനെ കാന്തപുരം ഉസ്താദിന് മുടി കിട്ടിയ ഈ മുടി കൊടുത്ത ആളുണ്ട് ജാലിയവാല എന്ന വലിയ സംഭവമാണ്. അതൊക്കെ ഇവിടെ വേണം വിശദീകരിച്ചു. ഈ ജാലിയവാലയ്ക്ക് മുടി കൊടുത്ത ആളൊരു ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണ്. റളിയല്ലാഹു അൻഹു ചെല്ലേണ്ട ബോംബെയുള്ള ഒരാളാണ്. ഇവരെ കൂട്ടത്തിലുള്ളവർ അങ്ങനെയാണ്. ഈ പേരൊക്കെ കിട്ടാൻ ഉടനെ റളിയല്ലാഹു അൻഹു ചെല്ലും. ഈ അടുത്ത് ആരോ പറഞ്ഞു ത്രേപ്പി വിഭാഗത്തിൽ ഏതൊരു പ്രവർത്തനം എന്ത് പറഞ്ഞാൽ തക്ബീർ അല്ലെങ്കിൽ വെറുതെ റളിയല്ലാഹു അൻഹു അദീബെ ഫാസിൽ എന്ന് പറഞ്ഞു. ഹബീബെ ഫാസിൽ എന്ന് പറഞ്ഞ ഉറുദുവിലൊരു കോഴ്സാണ്. അങ്ങനെയും ചെല്ലുന്ന കൗമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറയും അത് ബോംബെയിൽ സാധാരണക്കാരനാണ്. അയാളാണ് ഈ ജാലിയവാലയ്ക്ക് മുടി കൊടുത്തു എന്നാ പറഞ്ഞത്. 40 കൊല്ലം മുമ്പ് കൊടുത്തു എന്നാ പറഞ്ഞത്. ജാലിയവാലയുടെ വയസ്സ് 70. ഈ പ്രായമുള്ളൊരു മനുഷ്യന് 40 കൊല്ലം മുമ്പ് മുടി കൊടുത്തു. ഈ 60 പോലുള്ള ഒരു കഥയാ. പക്ഷെ കൊടുത്ത പാവത്തിന്റെ വയസ്സ് എത്രയാണെന്നറിയോ? കഴിഞ്ഞ വർഷം അയാൾക്ക് 27, ഈ വർഷം ഇപ്പോൾ അയാൾക്ക് 28 വയസ്സ്. 28 വയസ്സുള്ള ഒരാള് 40 കൊല്ലം മുമ്പ് 70 വയസ്സ്. എന്ത് മുടിയല്ല, ഇനി മുടി കളയാൻ വേണ്ടി കൊടുന്ന് ആ ഒരു സെറ്റ് തന്നെ കൊടുത്താലോ എന്തായാലും അങ്ങനെ സംഭവിക്കുമോ? ഇതിനാണ് തെറി പറയാന്ന് പറയുന്നതല്ലേ? നിങ്ങൾ പറയാറില്ലേ ഞങ്ങൾ തെറി പറയുന്നവരാണ്? ഇത് തെറിയല്ല, മുടി നിങ്ങളാ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നേതാക്കൾ ചെയ്തു വെക്കുന്ന സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലെ ചിലത് മാത്രം പറയാണ്. ആരെയും വെറുതെ വിമർശിക്കാനല്ല. ഇത് പറയുന്നത് എന്തിനാ? ഈ സമൂഹത്തോടൊപ്പം കൂടിയാൽ നിങ്ങളുടെ ഈമം പോവും, ദുന്യാവും പോവും, ആഹ്റവും പോവും എന്ന് പറയാനാ. ദുന്യാവ് പോയ സാധുക്കൾ കുറയണതാ. വയനാട്ടിന്റെ തൊട്ടടുത്ത് ആ കൈതപ്പൊയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹരിത ട്രിബ്യൂണലിന്റെ പേരിൽ ഇപ്പൊ ഫാത്തിയോതാണ്. ട്രിബ്യൂണൽ കനിയണേ, സ്റ്റേ നീക്കണേ, ഉസ്താദിന് ബുദ്ധി കൊടുക്കണേ എന്നിവർ പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെ ഈ മുടിയുടെ പേരിൽ പറഞ്ഞ ഈ കളവ് പോലെ മറ്റൊന്നായിരുന്നു. ഇവരുടെ പ്രവർത്തനത്തിൽ മറ്റൊരു ഭാഗമായിരുന്നു. ഇവർ കൊണ്ടുവന്ന ഒരു പ്രത്യേക സാധനം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത സമയത്ത് എന്താ കൊണ്ടുവന്നത്?
ഒരു പാനപാത്രം. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടേതാണ്. ഇതിന്റെ അസൽ അന്വേഷിച്ചു. അസൽ എവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് ചെച്ചിനിയിൽ നിന്ന് വന്നതാണ്. അല്ലെങ്കിൽ ചെച്ചിനിയിൽ കൊണ്ടുപോവുകയും അതിന് വെളുപ്പിച്ചിട്ട് ഒരു വിദേശ രാഷ്ട്രത്തിലെ രാജാവ് സ്വീകരിച്ചതാണെന്ന് പറഞ്ഞ് അവിടുത്തെ റമദാൻ കദിറോവുന്ന മനുഷ്യനെ കൊണ്ട് അയാളുടെ കണ്ണിൽ പുറത്തുനിന്ന് ഫോട്ടോ കെട്ട് വന്നിട്ട് പ്രദർശിപ്പിച്ച് കൊണ്ടുവന്ന സാധനത്തെ ഇവിടെ കൊടുത്തു. നമ്മൾ അന്വേഷിച്ചു. റമദാൻ കദ്രോവിന്റെ ബയോഗ്രഫി പഠിച്ചു. റമദാൻ കദ്രോവ് ആരാണ്? ഇസ്രായേൽ പറയുന്നുണ്ട് റമദാൻ കദ്രോവ് അയാളെ കുറിച്ച് പറയുന്നത് നാച്ചുറൽ അലൈ ഓഫ് ഇസ്രായേൽ എന്നാണ് അയാളെ പരിചയപ്പെടുത്തുന്നത്. ദേശീയ ബന്ധമുള്ള, അവർ തമ്മിൽ പാരസ്പര്യമുള്ള, സ്നേഹമുള്ള, ബന്ധമുള്ള, ഏറ്റവും അടുത്ത ബന്ധമുള്ളവരെന്നാണ് ഇതിന്റെ അർത്ഥം. ഇവരുടെ സ്വാഭാവിക സഖ്യമെന്ന് വേണമെങ്കിൽ വിളിക്കാം. നാച്ചുറൽ അലൈ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണ് അവർ വിളിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ പറയപ്പെട്ട റമദാൻ കദ്റവിനെ പരിചയപ്പെടുത്തുന്നത് ഈ രൂപത്തിലാണ്. ചോദിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികവും ആദർശപരവും വിശ്വാസപരവുമായ വേദനകളെ വീണ്ടും വീണ്ടും ലോകത്തിന്റെ വേദനകളെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ പറയപ്പെട്ട ഇസ്രായേലിനോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കണ്ണിയെ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ട് ഇത് തിരുനബിയുടേതാണെന്ന് പറഞ്ഞ് മാത്രോ അയാളുടെ പ്രത്യേകത എന്താ? ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ മോഡിയെ പോലെയുള്ള അതേപോലെയുള്ളത്. എന്നിട്ട് ആ പ്രത്യേകത ഉണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ ചെന്ന് നോക്കിയാൽ അവിടുത്തെ ഒരു ടൗൺഷിപ്പിന്, ഒരു പ്രദേശത്തെ റോഡിന് ഈ പറയപ്പെട്ട ചെച്ചിനിയൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ പേര് ഇസ്രായേൽ നൽകിയത് കാണാം. പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ഇസ്രായേൽ നമുക്കറിയില്ലേ, കഴിഞ്ഞ റമദാനിന്റെ തൊട്ടടുത്ത സമയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ ഫലസ്തീനിന്റെ മണ്ണിൽ കിരാതരാണ് അടിമപ്പെടുത്തി കൊലപ്പെടുത്തി രക്തങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്തം കാണിച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തിയ അബദ്ധങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് സമുദായത്തിന് നേരെ വികാരപ്പെടുന്ന സമുദായത്തെ വിശുദ്ധ റമദാനിൽ പോലും വേദനിപ്പിച്ചുപോയ കണ്ണുകളുള്ള ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഷാരനെന്ന് പറയാൻ പറ്റുന്ന മനുഷ്യനെ കൈപിടിച്ച് നടക്കുന്നത് ഏത് ഇസ്ലാമിക സംസ്കാരമാണ്? മാത്രമല്ല, ആ ചട്ടി തുറന്നു നോക്കുമ്പോ അതിന്റെ മുൻഭാഗത്ത് കാണുന്നതെന്താ? ഇസ്രായേലിന്റെ പതാകയിൽ കാണുന്ന നമ്മൾക്കെല്ലാം അറിയുന്ന നക്ഷത്രം, 6 ഭുജങ്ങളുള്ള നക്ഷത്രം. എന്താ അതിന്റെ പ്രത്യേകത? അവർ തന്നെ പറയാറുണ്ട്, അവരുടെ ഭരണഘടനയുണ്ട് സ്റ്റാർ, അവരുടെ സ്റ്റാറാണത്. അവർ ഈ ഇസ്രായേലിന്റെ പതാകയിൽ ഉപയോഗിച്ചിട്ട് അവരുടെ ഭാഗ്യചിഹ്നമായും അവർ ബർക്കത്തിന് ഉപയോഗിക്കുന്ന സാധനമാണത് ആ നക്ഷത്രം. ഇസ്രായേൽ ഉപയോഗിക്കുന്ന നക്ഷത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു എന്ന് പറയുന്ന പാത്രത്തിന്റെ മുകളിൽ കൊത്തിവെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതപകേടിന്റെ അങ്ങേറ്റമല്ലേ? അത് ആ പാത്രമല്ല എന്ന് ഉറപ്പാ. പക്ഷെ അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഈ അതപകേട് കാണിച്ചിട്ട ആ സമൂഹത്തിന്റെ ഇപ്പറയപ്പറയ പോലെ ഈ ഒരു അവസ്ഥയിലുള്ള സാധനം കൊണ്ടു നടന്നു. ഇനിയൊന്ന് കൂട്ടി വായിക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊന്ന് കൂട്ടി വായിക്കൂ. റമദാനിലെ രാത്രിയിലെ 27-ാം രാവിന്റെ അന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞയിലെ ഇംഗ്ലീഷ് ഭാഗത്തിൽ തീവ്രവാദത്തിനെതിരെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ മർക്കസിൽ കൊണ്ടുവന്ന് മാതൃകയെ സ്വീകരിച്ച് ഇസ്രായേലിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് അയാൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് ഇസ്രായേലിന്റെ പതാകയിലെ ചിഹ്നമായ അവർ തന്നെ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നത്തെ പാത്രത്തിൽ അടയാളപ്പെടുത്തി കേരള മുസ്ലിങ്ങൾക്ക് ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൽ മുതിരിയ വെള്ളം, ഇതിലൊഴിച്ച വെള്ളം കുടിച്ചാൽ സംസമിനേക്കാൾ പ്രത്യേകതയുണ്ടെന്ന് പ്രസംഗിക്കുന്നതിന് അതിന്റെ പിന്നിലെ വികാരമേതാണെന്ന് പറയാം. വിശ്വാസിക്ക് കുറെ അകലങ്ങളൊന്നും സഞ്ചരിക്കേണ്ടതില്ല. ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയൊന്നും ബുദ്ധി അതിനാവശ്യമില്ല. സാധാരണ ചോറ് തിന്നുന്ന നാടൻ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരന്റെ ബുദ്ധിമതി. പക്ഷേ കൂടെ ഈമാൻ ഉണ്ടാവണമെന്ന് മാത്രം ചോദിക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ വെച്ച് BJPയുടെ സ്ഥാനാർത്ഥി പുറത്തിറക്കിയ അവരുടെ പോസ്റ്ററുകളിൽ
അവരുടെ പ്രചരണോപാധികളിൽ ബഹുമാന്യനായ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന്റെ ഫോട്ടോ ഉണ്ട്. എന്നിട്ട് അതിൽ പറയുന്നു, മോദിയുടെ സർക്കാരിനെ പിന്തുണക്കുന്ന മെയിൻ മുസ്ലിം ക്ലറിക് എന്ന പേരിൽ അടയാളപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയാണ്. പറയൂ കൂട്ടുകാരെ, അതിലൊരു ക്രിസ്ത്യൻ പാതിരിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അയാൾ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എന്റെ പേര് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ദുരുപയോഗം ചെയ്യരുത്. ഞാൻ ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾ ഭരണപരമായി പറഞ്ഞിട്ടുണ്ടാവാം, തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗം ചെയ്തതെന്ന് പറഞ്ഞ ആ പറയപ്പെട്ട ക്രിസ്ത്യൻ പാതിരിയുടെ ഈമം പോലും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. കാന്തപുരം അതിന്റെ പേരിൽ ഒന്നും പറഞ്ഞില്ല. ബഹുമാനപ്പെട്ടവരെ ചോദിക്കട്ടെ, ഇത്തരക്കാരുടെ കൂടെ നിൽക്കണമെന്നൊരു മുസ്ലിമിനോട് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഗുജറാത്തിന്റെ തീരത്ത് കുട്ടിക്കൊലപ്പെടുത്തി കശ്മീർമാർ ജീവിതത്തിൽ ക്രൂരത ചെയ്തിട്ട് നമുക്കിന്നും ഓർമ്മയിൽ വരുന്നൊരു മുഖമില്ലേ? ആ ഒരു കുത്തുബുദ്ദീൻ അൻസാരിയുടെ മുഖമില്ലേ? കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോ ഓർമ്മയില്ലേ? ജീവന് വേണ്ടി കേടുന്ന പാവപ്പെട്ട മനുഷ്യനെ നമുക്ക് ഓർമ്മയില്ലേ? വയറ് കുത്തിപ്പിളർന്നിട്ട് വയറിനുള്ളിൽ നിന്ന് പിഞ്ചു കുട്ടികളെ വലിച്ച് റോഡിലേക്കിട്ട് തീ കൊടുത്തുപോയ ആ പഴയ കാലത്തെ കിരാതമായ പീഡനത്തിന്റെ ഓർമ്മകൾ മറക്കാൻ നമുക്ക് കഴിയുമോ? ഇതൊക്കെ ചെയ്ത ആ മോദിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മോദി ചെയ്യുന്നത് നാട്ടിന്റെ നന്മക്കും റോഡും പാലവും ഉണ്ടാക്കാനാണെങ്കിൽ ഞാനാണ് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട പഴയകാലത്ത് ഞാൻ ഏറെ സ്നേഹിച്ച കാന്തപുരം ഉസ്താദ് അത് പറയുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയുമോ? പറയണം പ്രിയപ്പെട്ടവരെ. ഇത് എന്നെ കേൾക്കുന്ന നിഷ്പക്ഷരോടാണ് എന്റെ ചോദ്യം. ഗുജറാത്തിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. അതിനിടയിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട്. ഇവരുടെ പകരസ്താദ് എന്ന് പറഞ്ഞൊരു ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്. ആ ഉസ്താദ് പറഞ്ഞത് എ പി ഉസ്താദിന് അറിയാതെ അന്ന് ഒന്നും ചെയ്യൂല എന്നാണ്. പക്ഷെ എ പി ഉസ്താദിനോട് ചോദിച്ചു, ഗുജറാത്തിലെ കലാപം അറിയാൻ മൂപ്പരറിഞ്ഞിട്ടില്ല. ചിന്തിക്കണം, ഗുജറാത്തിലെ ഈ കലാപത്തെ മൂപ്പർക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഗൾഫിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് കാന്തപുരം പറയാ. പിന്നെ ചിലര് പറഞ്ഞു ഉസ്താദ് നിഷേധിച്ചിട്ടുണ്ട്. നിഷേധം കൊണ്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു ഓഡിയോ ടേപ്പ് പത്രക്കാരൻ പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോ പിന്നെ മിണ്ടിയില്ല. ആ നിലയിൽ സമുദായത്തിന്റെ ശത്രുവിന്റെ മുന്നിൽ പോയി സമുദായത്തെ മുറിച്ച് കൈ കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അത് ചോദിക്കട്ടെ, ഖുതുബുസ്സമാൻ അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ മുന്നിൽ പോയി ശംസുലമയൊക്കെ നിന്ന ആദരവിന്റെ അംശങ്ങളെ പറയുമ്പോൾ കോരിത്തൊലിച്ചു പോകും. ആ മഹാനവറുകൾ ജീവിതകാലത്തുണ്ടാക്കിയതും അവിടുത്തെ സ്നേഹിക്കുന്ന ആശിക്യങ്ങൾ ഉണ്ടാക്കിയതായ പള്ളികൾ മുമ്പുറത്തുള്ളപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് പോയിട്ടൊരു പുതിയ പള്ളി ഉണ്ടാക്കി. അവിടെ ക്ലാസുകളും നോട്ട്സുകളും നടത്തി മുമ്പറും മക്കാമിലേക്ക് പോകുന്ന ജനങ്ങളെ വഴിതടയുന്നതിലേ ഇസ്ലാമിക വിരുദ്ധത ഒന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒന്ന് പറയൂ. മറുപടി പറയാൻ വരുന്നവർ വരുമെങ്കിൽ അതിന് മറുപടി പറയണം. പറയട്ടെ, പള്ളിയുടെ പേരുള്ള പള്ളിക്കൽ ബസാറിലെ സമുദായത്തിന്റെ പള്ളിയെ പൂട്ടിച്ചവർ അവിടെ പ്രശ്നങ്ങളായപ്പോ തഹസിൽദാർ പൂട്ടാൻ തീരുമാനിച്ചു. തഹസിൽദാർ വന്നിട്ട് പറഞ്ഞു, വൈകുന്നേരമായിട്ടുണ്ട്, രാത്രിയായിട്ടുണ്ട്, ഞാൻ ഈ പള്ളി പൂട്ടാൻ പോവാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോ എന്നിട്ടെങ്കിലും ജനങ്ങൾ പോട്ടെ, പരസ്പര പ്രശ്നം തീരട്ടെ എന്ന് കരുതി നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു, സംസ്ഥയുടെ പ്രവർത്തകർ പറഞ്ഞു, തഹസിൽദാറോട് പൂട്ടരുത്, ഇതൊരു ആരാധനാലയമാണ്, എന്തെങ്കിലും ഒരു കോംപ്രമൈസ് നിങ്ങൾ ഉണ്ടാക്കി തരണം. ആ സമയത്ത് തഹസിൽദാർ പറഞ്ഞു, എനിക്കും വേദനയുണ്ട് ഒരു ആരാധനാലയം പൂട്ടുന്നതിൽ എന്ന് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു, അത് പറ്റില്ല, തീരുമാനമുണ്ടെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിട്ടുതരില്ല എന്നിവർ പറഞ്ഞു. അപ്പൊ തഹസിൽദാർ പറഞ്ഞു, ഞാൻ പൂട്ടും, ആയിക്കോട്ടെ. ആ സമയത്ത് പറഞ്ഞു തഹസിൽദാർ ഉറപ്പായി ഇവർ പൂട്ടിച്ചടങ്ങും. തഹസിൽദാർ പറഞ്ഞു, ഞാൻ പൂട്ട് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം പൂട്ടാതെ പോവാണ്. സാക്ഷികളെ ഞാൻ കൊണ്ടുതരും, ഇത് പറയുന്നത് കേട്ടതിനുള്ളു. ഞാൻ പൂട്ടാതെ പോകുന്നു പറഞ്ഞപ്പോ ഇവരിൽപ്പെട്ടൊരു വ്യക്തി, ഒരു മാന്യദേഹം, അയാൾ പറഞ്ഞു, പൂട്ടില്ലാത്തല്ലേ പ്രശ്നം, ഞാൻ പൂട്ടിപ്പോ കൊണ്ടുതരാം. എന്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ കൂട്ടുകാരെ, പള്ളിക്കൽ ബസാറിലെ നിങ്ങളുടെ പ്രാണപ്പെട്ട പ്രവർത്തകൻ നേരെ പോയി അടക്കുകയായിരുന്ന കടയെ ആ കടക്കാരനെ വിളിച്ച് കട തുറപ്പിച്ചു. എന്നിട്ടൊരു പൂട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് തഹസിൽദാറുടെ കയ്യിലേക്ക് പൂട്ട് കൊടുത്തിട്ട് പൂട്ടിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. പറയണം പ്രിയപ്പെട്ടവരെ, എന്തിന് പൊട്ടിച്ചു ഈ പള്ളി? കേരളത്തിൽ എത്ര പള്ളികൾ, എത്ര മദ്രസകൾക്ക് ഇടച്ചുവര വെച്ചു. ഇവർ സമുദായത്തിനു വേണ്ടിയാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞാനിതാ നിർത്താണ്. നിങ്ങൾ തുടങ്ങിയത് ലീഗിനെ പറഞ്ഞിട്ടാ.
മുസ്ലിം ലീഗ് സമുദായത്തെ ഭിന്നിപ്പിക്കുന്നു, സമുദായത്തെ ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്താ നിങ്ങൾ ഈ കലാപുണ്ടാക്കിയിട്ട് സമസ്ത ഈ വിധത്തിലാക്കിയത്, സമുദായത്തെ ഇങ്ങനെയാക്കിയത്? ഇപ്പൊ നിങ്ങൾ പറയണം മുസ്ലിം ലീഗ് ശരിയാണ്. എപ്പോഴാ മുസ്ലിം ലീഗ് ശരിയായത് നിങ്ങളുടെ ഭാഷയിൽ? എന്നിട്ടോ ഇത് കഴിഞ്ഞോട്ടെ തന്നെ മർക്ക സമ്മേളനത്തിൽ മുമ്പ് പറഞ്ഞു, സമ്മേളനത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, അവരുടെ തന്നെ സ്വന്തം പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞു, CPM-നോടാ ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. അപ്പൊ ഇപ്പോഴത്തെ ഇവർ ലീഗ് എന്ന് പറയുന്നത് ഏതുപോലത്തുള്ള ബത്തൊക്കെ പോലെയാ, പുറത്ത് പച്ച മുറിച്ചു നോക്കിയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, കൂട്ടുകാരെ, നിഷ്പക്ഷരെ, ഇവരെ നിങ്ങൾ വിശ്വസിച്ചു പോയാൽ നമ്മുടെ സമുദായം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്ത് ഛിന്ന ഭിന്നമാവുകയും പരസ്പരം തമ്മിൽ തല്ലി പരസ്പരം അകന്ന് ഒരിക്കലും അടുക്കാത്ത വിധത്തിലാകുകയും ചെയ്യും. അതിനിവർക്ക് ഇസ്ലാമിക വിരുദ്ധ ലോബി പറഞ്ഞു കൊടുത്ത പണിയാണ്. ജുമാ നിസ്കരിക്കുന്ന, ജുമാ നടക്കുന്ന പള്ളിയുടെ മറുപക്ഷത്ത് തന്നെ മറ്റൊരു പള്ളി ഉണ്ടാക്കി ജുമാ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് ഒരിക്കലും അടുക്കാതിരിക്കാനുള്ള വഴിയായിട്ടാണ്. അതുകൊണ്ട് ഇവരെ തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ അവരെ തിരിച്ചറിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. റബ്ബ് അനുഗ്രഹങ്ങൾ ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടെയുള്ള എന്റെ കൂട്ടുകാരോടൊന്നേ പറയാനുള്ളൂ, ഇത്തരം പ്രഭാഷണം SKSF നടത്തിയ ഒരു കാലത്ത് എനിക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഉള്ളതുപോലെ അമ്പു തറക്കുന്ന വേദന എനിക്കൊന്നുണ്ടായിരുന്നു. പ്രതിഷേധത്തിന്റെയും പ്രതികാരത്തിന്റെയും വിക്ഷുബ്ധത മനസ്സിനെ കീഴടക്കിയ ദിവസങ്ങളായിരുന്നു. പക്ഷെ വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോ കക്കുപടി ഉസ്താദൊക്കെ പറഞ്ഞ് ശരിയല്ലേ എന്ന് തോന്നും. ചില ചോദ്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ തറക്കുമ്പോൾ തോന്നും ശരിയല്ലേ. അങ്ങനെയാണ് സത്യത്തിലേക്ക് എത്തിയത്. പിന്നീട് അങ്ങനെ തന്നെയാണ് അതിന്റെ വഴി തുറന്നു വന്നത്. അതുപോലെ നിങ്ങളുടെയും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അല്ലാഹു നിങ്ങൾക്കും ഹിദായത്തിന്റെ വഴി തെളിയിച്ചു തരുമാറാവട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, രക്ഷപ്പെടേണ്ട സമയമാണിപ്പോ, രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണിപ്പോ. രക്ഷപ്പെട്ടോളൂ. ഇല്ലെങ്കിൽ നോളേജിറ്റേക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് രക്ഷ തേടാനുള്ള വഴി തോന്നുന്നതെങ്കിൽ നാട്ടുകാർ പോലും വിടലുണ്ടാവില്ല. ഇപ്പൊ പടച്ചോൻ തൗബ ചെയ്ത് നിങ്ങൾ വിടും. മറ്റേ ഓരോ നാട്ടിലും വരും. ഇവിടെ എവിടെയാണ് ആ സംഘടനന്റെ ആള്? ആരാ വരിക? എത്ര ഫ്ലാറ്റ് ഉണ്ടോ അത്രയും കമ്മിറ്റി, യൂണിറ്റ് കമ്മിറ്റി ഉണ്ട് എന്നപ്പോ പറയുന്നത്. ആ ഓരോ യൂണിറ്റ് കമ്മിറ്റിയും തെരഞ്ഞു വന്നിട്ട് പറയും, നിങ്ങളെല്ലാം കൂടി പിരിച്ചിട്ട് എന്റെ പൈസ തന്നോളണം, നിങ്ങളെ സംഘടനന്റെ എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയത് എന്ന് പറയുമ്പോ അതിൽ പോലും കുടുങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. ബഹുമാനപ്പെട്ടവരെ, ഒറ്റപ്പെടുക.